കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA ഫോർത്ത് സെമസ്റ്റർ പേപ്പർ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ദ ലോ ഈസ് സെറ്റ് ഓഫ് റൂൾ ദാറ്റ് ഗവേൺ ആൻഡ് റെഗുലേറ്റ് ഹ്യൂമൻ കണ്ടക്റ്റ് ആൻഡ് ഓപ്ഷൻ. ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ദ സ്റ്റേറ്റ്. ബിസിനസ് ലോ ഗവേൺ ആൻഡ് റെഗുലേറ്റ് ഇൻ ട്രേഡ് ആൻഡ് ഓപ്ഷണറീസ് ഓഫ് ട്രേഡ്. അതായത് ഒരു ലോ എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലേ. ഹ്യൂമൻ കണ്ടക്റ്റിൻ്റെ ആക്ഷൻസുകളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ ശരിക്കും ലോ എന്ന് പറയുന്നത്. ആ ലോ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും കൂടി ആയിരിക്കണം. അതേപോലെ തന്നെയാണ് ബിസിനസ് ലോ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേസിലെ ട്രേഡുമായി ബന്ധപ്പെട്ട് ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യാനും ഗവേൺ ചെയ്യാനുമുള്ള ലോസ് ആയിരിക്കണം എന്ത് ബിസിനസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. നോക്കാം എന്താണ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ H ഓഫ് ICA 1872, ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്ട്. ഒരു സിമ്പിൾ ഡെഫിനേഷനാണ്. ആൻ എഗ്രിമെൻറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട്. അതായത് ഒരു എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തുകൊള്ളാം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു എഗ്രിമെൻറ്റ് നിയമത്തിൻ്റെ എല്ലാ ഫോർമാലിറ്റീസുകളും ഫുൾഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നിയമമായിട്ട് അല്ലെങ്കിൽ നിയമപരമായി നമ്മൾക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന് നമ്മൾക്ക് എന്തെന്ന് പറയാം, ഒരു കോൺട്രാക്റ്റ് എന്ന് നമ്മൾക്ക് പറയാം. ആൻ എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റൻസ് ബൈ ദി അതർ. അതായത് ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ഓഫറും അതുപോലെ തന്നെ ഒരു അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ. അതായത് ഒരു ഓഫർ കൊടുക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് എഗ്രിമെൻ്റ് ആവുകയുള്ളൂ. അപ്പം കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഗ്രിമെൻറ്റും എന്തുണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ എന്തായിരിക്കണം, നിയമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടായിരിക്കണം, ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, ഒരു നിയമപരമായിട്ടുള്ള സപ്പോർട്ടും കൂടി കിട്ടുന്നത് തന്നെ ആയിരിക്കണം. ദെൻ വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എഗ്രിമെൻറ്റ്? മിനിമം എന്തുണ്ടായിരിക്കണം, 2 പേര് ഉണ്ടായിരിക്കണം. ദെൻ കോൺഷ്യസ് ആൻ ഐഡം ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. ദെൻ ഒരു പ്രോമിസ് ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ വാട്ട് ആർ ദി നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്? അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ കണ്ടീഷൻസുകളാണ് പറയുന്നത്. അതിലൊന്നാമത്തതാണ് ഒരു ഓഫർ ഉണ്ടായിരിക്കണം, ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. ദെൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് അല്ലേ. അത് ക്രിയേറ്റ് ചെയ്തതിന് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ഒരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ദെൻ കോൺഷ്യസ് ആഡ് ഐഡം, അതായത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഐഡിയ ആർക്കുണ്ടായിരിക്കണം, ഈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ എന്തായിരിക്കണം, ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, അതായത് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ കപ്പാസിറ്റി എന്താണ്, പാർട്ടീസ് സൗണ്ട് മൈൻഡഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഫ്രീ കൺസേൺ ഉണ്ടായിരിക്കണം, ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. കാരണം ഒരു ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ആ ഗുഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. പിന്നെ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസിലും ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റുകളും എന്താവണമെന്നില്ല, കോൺട്രാക്റ്റ് ആവണമെന്നില്ല. കോൺട്രാക്റ്റ് ആകണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം, എഗ്രിമെൻറ്റ് അതോടൊപ്പം കൂടി തന്നെ എന്തുണ്ടായിരിക്കണം, പ്ലസ് ലോയും കൂടെ ഉണ്ടായിരിക്കണം. ദെൻ വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്? അക്കോർഡിംഗ് ടു വാലിഡിറ്റി പ്രകാരം വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്, ഇല്ലീഗൽ ഓർ അൺഫുൾ കോൺട്രാക്റ്റ്. അക്കോർഡിംഗ് ടു ഫോർമേഷൻ ഒന്നെങ്കിൽ എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, അല്ലെങ്കിൽ ക്വാസി കോൺട്രാക്റ്റ് ആകാം. പെർഫോമൻസിൻ്റെ ബേസിലാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ്, ദെൻ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഇനി എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള
ഡിഫറൻസസുകളാണ് പറയുന്നത്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോളാം എന്നുള്ള ഒരു പ്രോമിസാണ്. പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന എഗ്രിമെൻറ്റിൽ കൂടെ എന്തുണ്ടാകും, ഒരു ലോയും കൂടി ഉണ്ടാകും. ഇവിടെ ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. കോൺട്രാക്റ്റ് ഈസ് ദി എഗ്രിമെൻറ്റ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ലോ. ദെൻ ലീഗൽ എഫക്റ്റ് എന്ന് പറയുന്നത് agreement that lacks any of the required elements. Then a contract is legally binding and its terms may be enforceable by the court of law. An agreement is not always a contracted or binding contract. Agreement എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതിൻ്റെ ബേസിലായിരിക്കും, ക്രിയേറ്റ് ചെയ്യുക എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് അല്ല, പക്ഷേ എല്ലാ കോൺട്രാക്റ്റുകളും എന്താണ്, എഗ്രിമെൻറ്റ് ആണ്. ഇനി എന്താണ് വോയിഡ് എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ വോയിഡ് കോൺട്രാക്റ്റ്. ആൻ എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. അതായത് ഒരു എഗ്രിമെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, നിയമപരമായിട്ടല്ല എങ്കിൽ അതെന്താണ്, വോയിഡ് എഗ്രിമെൻ്റ് ആണ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എ കോൺട്രാക്റ്റ് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് ഈസ് സീസ് ടു ബി എൻഫോഴ്സിബിൾ അറ്റ് ലോ. ഒരു കരാറ് നിയമപരമായിട്ട് നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയില്ലെങ്കിൽ അതാണ് വോയിഡ് എഗ്രിമെൻറ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നടപ്പിലാക്കുന്നതാണ്, പക്ഷേ അത് അവസാനിപ്പിക്കുന്ന ഒരു കരാറ് നിയമപ്രകാരം നടപ്പിലാക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ അതെന്താകും, അസാധുവായിട്ട് മാറും. അങ്ങനെയുള്ള കോൺട്രാക്റ്റാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. അതായത് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു അസാധുവായിട്ടുള്ള കരാറാണ്, പക്ഷേ കോൺട്രാക്റ്റിന് ഒരിക്കലും അസാധുവാകാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ റൈറ്റ്. അത് നിയമപരമായിട്ടുള്ള അവകാശങ്ങളോ ബാധ്യതകളോ ഒന്നും വോയിഡ് എഗ്രിമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ബാധ്യതകളും വോയിഡ് കോൺട്രാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരിക്കലും എന്താണ് ഡാമേജ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യില്ല, പക്ഷേ ഇവിടെ എന്ത് ചെയ്യും, എഗ്രീഡ് പാർട്ടീസ് ഡാമേജിന് ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത് വോയിഡ് എഗ്രിമെൻ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് അസാധുവായിട്ടുള്ളതാണ്. പിന്നെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫക്റ്റ് ഈസ് ക്യൂറബിൾ ആൻഡ് മേ ബി കൊണ്ടോണ്ട്. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ഭേദമാക്കാനും അത് ക്ഷമിക്കാനും പറ്റുന്നതാണ്. വോയിഡബിൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ കേസിൽ കക്ഷികളിൽ ഒരാൾക്ക് തൻ്റെ ഓപ്ഷൻ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. തേർഡ് പാർട്ടിക്ക് എന്തില്ല, ഇവിടെ ഒരു റൈറ്റ് ഇല്ല. പക്ഷേ ക്ലെയിം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് മൂന്നാമതായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു നമുക്ക് ടൈറ്റിൽ നമുക്ക് കൈമാറാനായിട്ട് സാധിക്കും. പിന്നെ കരാർ പാലിക്കാത്തത് നഷ്ടപരിഹാരം സംബന്ധിച്ച ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കില്ല. പക്ഷേ ഒരു വ്യക്തിക്ക് നഷ്ടം അല്ലെങ്കിൽ നഷ്ടം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ നഷ്ടപരിഹാരം നേടാനുള്ള അർഹത അയാൾക്കുണ്ട്. ദെൻ അടുത്താണ് വോയിഡ് എഗ്രിമെൻ്റ് ആൻഡ് ലീഗൽ എഗ്രിമെൻറ്റ്. വോയിഡ് എഗ്രിമെൻറ്റിൽ എന്തില്ല, നിയമത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ലീഗൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വാലിഡ് എഗ്രിമെൻറ്റിൽ നിയമത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾ വോയിഡ് എഗ്രിമെൻറ്റ് ആർ നോട്ട് നെസസറി ലീഗലി. എല്ലാ വോയിഡ് എഗ്രിമെൻറ്റും എന്താവണമെന്നില്ല, ലീഗലി വാലിഡ് ആവണമെന്നില്ല. പക്ഷേ എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റും എന്താണ്, വോയിഡ് ആണെന്നാണ് പറയുന്നത്. Then a collateral agreement to be void agreement is enforceable. A collateral agreement to be void agreement is not enforceable. അതായത് എഗ്രിമെൻറ്റ് നമ്മൾ നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, വോയിഡായിട്ട് തന്നെ മാറും. അപ്പോൾ ഒരു അസാധുവായിട്ടുള്ളൊരു കരാറിന് ഒരു കൊലാട്രൽ കരാർ നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. ദെൻ നോ പാർട്ടി ടു ബൈ വോയിഡ് എഗ്രിമെൻറ്റ് ക്യാൻ പണിഷ്ഡ്. അത് അസാധുവായ കരാറിലെ ഒരു വ്യക്തിയെ നമുക്ക് ശിക്ഷിക്കാനായിട്ടുള്ള അധികാരമില്ല. പക്ഷേ നിയമവിരുദ്ധമായ കരാറിലെ കക്ഷികളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ശിക്ഷിക്കാനായിട്ട് പറ്റും. അടുത്തതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രപ്പോസൽ മേക്ക് ചെയ്യുന്ന ആളെ
ഓഫറർ എന്നും അല്ലെങ്കിൽ പ്രപ്പോസർ എന്നും. അത് പേഴ്സൺ ടു ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത് അയാളെ ഓഫറി അല്ലെങ്കിൽ പ്രപ്പോസറി എന്ന് പറയും. ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, കോൺട്രാക്റ്റിലേക്ക് അത് പോവുകയുള്ളൂ. ദെൻ എങ്ങനെയൊക്കെയാണോ, നമുക്കൊന്നെങ്കിൽ എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്, സ്പെസിഫിക് ഓഫർ ഉണ്ട്, ജനറൽ ഓഫർ ഉണ്ട്. ദെൻ എസെൻഷ്യൽ റൂൾ ഫോർ എ വാലിഡ് ഓഫർ, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ദ ടൈം ഓഫ് ദി ഓഫർ മസ്റ്റ് ബി സർട്ടൈൻ, ഇത് നമുക്ക് ഓഫർ ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദ അതർ. Offer may be conditional and offer should not be contain a term of non-compliance of which may be assumed to the amount of him acceptance. An invitation is an offer is not an offer. അതായത് ഓഫർ സ്വീകരിക്കാനായിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ ഒരിക്കലും ഒരു ഓഫറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ? നമ്മൾ പറഞ്ഞു എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്, പിന്നെ സ്പെസിഫിക് ഓഫർ, ജനറൽ ഓഫർ, പിന്നെ നേച്ചർ ഓഫ് ഓഫറാണ് ക്രോസ് ഓഫർ, ഓപ്പൺ ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. Then acceptance is the assent of the offeree to an offer made to him. അതായത് ഓഫറി അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു, അത് ആർക്ക് വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഇതെന്താ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും കൂടി ആയിരിക്കണം. ദെൻ എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾ ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ്. ഒരു വാലിഡ് അക്സെപ്റ്റൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ് എന്ന് പറയുന്നത്, ഒന്നാമതൊരു ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ആൻ അബ്സല്യൂട്ട്. ദെൻ ഇറ്റ് മീ മെയ്ഡ്, ഒരു റീസണബിൾ ടൈം തന്നെ മെയ്ഡ് ചെയ്യണം. എന്താണ് അതിൻ്റെ മോഡ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. അക്സെപ്റ്റർക്ക് ഓഫറിനെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കണം. അതായത് അതിൻ്റെ ലാപ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അക്സെപ്റ്റൻസ് സ്വീകരിച്ചിരിക്കണം. അതായത് ഒരു സൈലൻസ് നമ്മൾക്ക് ഒരിക്കലും ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഏതൊക്കെ കേസിലാണ് നമുക്കൊരു ഓഫർ നമുക്ക് റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ നമുക്ക് കൊടുക്കാം. ടൈം ലാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അക്സെപ്റ്റർ ആ ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ, പ്രപ്പോസറുടെ ഡെത്ത് കാരണം, കൗണ്ടർ ഓഫർ, റിജക്ഷൻസ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫർ നമുക്ക് റിവോക്ക് ചെയ്യാം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ പ്രോമിസി ഫോർ ദ ഒബ്ലിഗേഷൻ ഓഫ് ദി പ്രോമിസർ സംതിങ് ഇൻ റിട്ടേൺ. അതായത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോമിസർക്ക് കൊടുക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസറിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണം അത് കൊടുക്കേണ്ടത്. പിന്നെ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഒന്നെങ്കിൽ പ്രോമിസിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കണം കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ഇത് പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്വക്കേറ്റ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി റിയൽ, എന്തായിരിക്കണം, റിയൽ ആയിരിക്കണം. ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. പ്രോമിസർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് വാങ്ങേണ്ടത്. അടുത്തത് stranger of contract or privity of contract and stranger to consideration or privity of consideration. The doctrine privity of contract is a person who is not a party to contract cannot claim right even though the contract of his benefit. അതായത് doctrine of privity of contract എന്ന് പറഞ്ഞാൽ the person who is not a party, അതായത് കരാറിലെ കക്ഷിയല്ലാത്ത ഒരു വ്യക്തിക്ക് കരാറിൻ തൻ്റെ നേട്ടത്തിനാണെങ്കിലും അവകാശങ്ങൾ ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നതാണ് കരാറിൻ്റെ അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ കോൺട്രാക്റ്റ് ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പരിഗണനയ്ക്ക് അപരിചിതൻ അല്ലെങ്കിൽ വാഗ്ദാനമല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തി നൽകുന്ന ഒരു പരിഗണനയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സംഷൻസ് എന്ന് പറയുന്നത് ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പം കൺസിഡറേഷൻ നമ്മൾ കൊടുക്കാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ നമ്മൾ സാധനങ്ങൾ മേടിക്കുക കൊടുക്കുക ചെയ്യാം. ദെൻ മാരേജ് സെറ്റിൽമെൻറ്റ്, അല്ലേ, അതായത് കല്യാണം എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി അറേഞ്ച്മെൻറ്റ്, അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, കോൺട്രാക്റ്റ് എൻറ്റേർഡ് വേണ്ടി നമ്മൾ ഒരു ഏജൻറ്റ് മുഖാന്തരമാണ് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ.
ദെൻ കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓർ നേക്കഡ് പ്രോമിസ് ഓർ നാഡം പാക്റ്റ്. പ്രോമിസ് മേഡ് ആൻ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അത് നമുക്ക് എന്താണെന്ന് പറയാം, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. പിന്നെ വോളണ്ടറി സർവീസായിട്ട് നടത്തുന്നത് ബാരഡ് ഡെപ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് നടത്താമെന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, കോംപ്ലിക്കേറ്റഡ് ഗിഫ്റ്റ്, റെമിഷനൊക്കെ നമുക്ക് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതൊരു കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അടുത്താണ് കപ്പാസിറ്റീസ് ഓഫ് പാർട്ടീസ്. അതൊരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിലെ ആൾക്കാരുടെ കപ്പാസിറ്റീസ് ഓഫ് പാർട്ടീസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു മൈനർക്ക് കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തത് അൺസൗണ്ട് മൈൻഡഡ്. ഒരു വ്യക്തി അൺസൗണ്ട് മൈൻഡഡ് ആണെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നിയമം പറയുന്ന ആൾക്കാർ, ഇന്ന ആൾക്കാർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്കും പറ്റില്ല. മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 18 വയസ്സ് തികയാത്ത ആളെയാണ് നമ്മൾക്ക് മൈനർ എന്ന് പറയുന്നത്. അവർ ഉൾപ്പെടുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നൊരു വോയിഡ്, അത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ തുടക്കം മുതലേ തന്നെ ആ ഒരു കോൺട്രാക്റ്റ് എന്തായിരിക്കും, വോയിഡായിട്ട് മാറും. അതുപോലെ തന്നെ പക്ഷേ മൈനർക്ക് എന്താ ബെനിഫിഷ്യറി ആകാനോ പ്രോമിസി ആകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മജോറിറ്റി സമയത്ത് നമുക്കതൊരു തെറ്റ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒരു സ്പെസിഫിക് പെർഫോമൻസ് ഒന്നും എഗ്രിമെൻറ്റിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ മൈനർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ആകാം. പക്ഷേ മൈനർക്ക് എന്താകാം, ഒരു ഏജൻ്റ് ആവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ദെൻ അൺസൗണ്ട് മൈൻഡഡ് എന്ന് പറയുന്നത് ഇഡിയറ്റ്സ്, ലൂനാറ്റിക്സ്, ഡ്രങ്ക് ഓർ അൺടോക്സിക്കേറ്റഡ് പേഴ്സൺ. വെള്ളമടിക്കുന്ന ആൾക്കാർ, അൺസൗണ്ടഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്താ നോർമൽ ഒരു ബുദ്ധി ഉണ്ടാവണം എന്നില്ല. പിന്നെ മദ്യപാനികൾ, പിന്നെ ലോ പറയുന്ന മറ്റേതെങ്കിലും വ്യക്തികൾ. അത് ചിലപ്പം ഏലിയൻ എനിമീസ് ആകാം, ഫോറിൻ സോവജീസ്, കോൺവിക്റ്റ്, പ്രൊഫഷണൽ പേഴ്സൺസ്, ഇൻസോൾവെൻറ്റ്, വുമൺ, കോർപ്പറേറ്റ് കമ്പനീസ്. പിന്നെ ഫ്രീ കൺസെൻറ്റ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ വേണ്ടിയിട്ട് വ്യക്തികളുടെ ഫ്രീ കൺസെൻറ്റ് ആവശ്യമാണ്. ഇനി ഫ്രീ കൺസെൻറ്റ് ഇല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് എന്തായിരിക്കും, വോയിഡായിട്ട് മാറും. അതിൽ ഫസ്റ്റ് വണ്ണാണ് കൊയേഷൻ. അതായത് കൊയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് നടത്തുന്ന ഒരാളുടെ പ്രഷറിന് മുകളിലാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അൺഡു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. എന്താ ചെയ്യുക, മറ്റൊരാൾ അയാളുടെ അധികാരം അല്ലെങ്കിൽ അയാളുടെ മേലുള്ള അമിതമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് ഇതാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസുകൾ. പിന്നെ കോൺട്രാക്റ്റ് വിത്ത് പർദാൻഷ്യൻ വുമൺ, അതായത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വുമൺ എന്താ പർദ്ദ ധരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഷുഡ് ബി മോർ കെയർഫുൾ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഫ്രോഡിലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ അതൊരു ഫോൾസ് റെപ്രസെൻറ്റേഷനൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പോലും ആ ഒരു കോൺട്രാക്റ്റ് എന്തായിട്ട് മാറും, വോയിഡായിട്ട് തന്നെ മാറും. പിന്നെയുള്ളത് മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡും തമ്മിലുള്ള വ്യത്യാസം. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരാൾ നമുക്ക് ചതിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഫ്രോഡ് എന്ന് പറയുന്നൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ അയാളെ ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മിസ് റെപ്രസെൻറ്റേഷനിൽ നമ്മളൊരു വ്യക്തിനെ തെറ്റ് ശരിയാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അയാൾക്കും അറിയാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന്, എന്നിട്ടും എന്ത് ചെയ്യുന്നു, അയാൾ തെറ്റിലേക്ക് തന്നെ ചെയ്യിക്കുന്നു. പിന്നെ മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഫ്രോഡ് ആക്ടിവിറ്റി നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ദെൻ മിസ്റെപ്രസെൻറ്റേഷനിൽ എഗ്രീവ്ഡ് പാർട്ടി കനോട്ട് വോയിഡ് അറ്റ് ദി കോൺട്രാക്റ്റ്. എഗ്രീവ്ഡ് പാർട്ടി ആ ഒരു കോൺട്രാക്റ്റിൽ വോയിഡ് ആയിരിക്കില്ല. പക്ഷേ ഫ്രോഡിൽ കോൺട്രാക്റ്റ് എന്താണ്, വോയിഡബിൾ ആണ്. പിന്നെ മിസ്റ്റേക്ക്, ബൈലാറ്ററൽ മിസ്റ്റേക്കിലും ഉണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്കും ഉണ്ട്. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, മിസ്റ്റേക്ക് ബൈ ഫോറിൻ ലോ, മിസ്റ്റേക്ക് ബൈ ഫാക്ട്, അതാണ് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. ദെൻ മിസ്റ്റേക്ക് ടു ദ സബ്ജക്റ്റ് മാറ്റർ, മിസ്റ്റേക്ക് ബൈ ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് വൺ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അതായത് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് നമ്മളിപ്പം കോൺട്രാക്റ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സീൽ ചെയ്ത് കൊടുക്കാനോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മളൊരു കോൺട്രാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് എപ്പോഴും എന്തായിരിക്കണം, ഒരു ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം, ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. അൺലോഫുൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് എന്തായിട്ട് മാറും, വോയിഡായിട്ട് തന്നെ മാറും. അതുപോലെ തന്നെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പേ
സംതിങ് റിട്ടേൺ അല്ലേ, നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തണം അല്ലേ. അതും എന്തായിരിക്കണം, ഒരു ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. ഇനി ചില സമയത്ത് എന്ത് ചെയ്യാം, അൺലോഫുൾ കൺസിഡറേഷൻ ആകാം. ഇപ്പം നമ്മൾ ഒരു ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റീസുകൾ നടത്തുന്നു അല്ലേ, അവിടെ കൺസിഡറേഷൻ ഉണ്ടാകും, പക്ഷെ അതെന്താണ്, ഒരു അൺലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് എന്താകും, അതെല്ലാം കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറും. ഇനി വോയിഡ് എഗ്രിമെൻറ്റ്, ദെൻ വോയിഡ് എഗ്രിമെൻറ്റ്സിൽ പറയുന്നതാണ് അൺസർട്ടൻ എഗ്രിമെൻറ്റ്സും വേജറിങ് എഗ്രിമെൻറ്റ് ഓർ വേഗർ. എസെൻഷ്യൽ ഓഫ് വേഗറിങ് എഗ്രിമെൻറ്റ് ഒരു അൺസർട്ടൻ ഇവൻറ്റ്, ദെൻ രണ്ട് പേർക്കും എന്തുണ്ടാകാം, നഷ്ടമുണ്ടാകാനും നേട്ടമുണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെയ്തർ പാർട്ടി കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്, അതായത് ആ ഒരു ഇവൻറ്റിന് മുകളിൽ പാർട്ടീസിനായിരിക്കും കൂടുതലായിട്ടും കൺട്രോൾ ഉണ്ടാവുക. വേറൊരു ഇവൻറ്റിന് മേലെ വേറൊരു നേട്ടവും ഉണ്ടാകാത്ത സാഹചര്യങ്ങളല്ല. വേഗറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തയം വെക്കുന്നതിനാണ് നമ്മൾ വേഗറിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവിടെ എപ്പോഴും എന്തുണ്ട്, ആ ഒരു പന്തയം എന്ന് പറയുന്നത് ചിലപ്പം എന്താകാം, ഗെയിൻ ഉണ്ടാകാം, ലോസ് ഉണ്ടാകാം. പിന്നെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഊഹക്കച്ചവടത്തിന് മുകളിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പന്തയം നമുക്ക് വെക്കാം. പിന്നെ ഹോഴ്സ് റേസിങ്, അതൊക്കെ എന്താണ്, ഒരു ഊഹക്കച്ചവടമാണ് അല്ലേ. ലോട്ട് റേസ്, പ്രൈസ് കോമ്പറ്റീഷൻസ്, അത്ലറ്റിക് കോമ്പറ്റീഷൻസ്, കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഒക്കെ എന്താണ്, ഒരു ശരിക്കും ഒരു പന്തയം വെക്കുന്ന പോലെ തന്നെയാണ്. ദെൻ കണ്ടീജൻ്റ് കോൺട്രാക്റ്റ്, അതായത് ഇവിടെ നമുക്ക് ഗെയിൻ കിട്ടാം, ലോസ് ആകാം എന്നുള്ളൊരു ഓപ്ഷൻ. അടുത്താണ് കണ്ടീജൻ്റ് കോൺട്രാക്റ്റ്. കണ്ടീജൻ്റ് കോൺട്രാക്റ്റ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് ഇവൻ്റ് കൊളാട്രൽ സച്ച് കോൺട്രാക്ട് ഡസ് ഓർ നോട്ട് ഹാപ്പൻ. അതായത് ആ ഒരു കോൺട്രാക്റ്റ് ചിലപ്പം നടക്കാം, നടക്കാതിരിക്കാം. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കണ്ടീജൻ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്യൂച്ചർ ഇവൻറ്റിന് മേലായിരിക്കും, ആ ചിലപ്പോൾ ഒരു ഇവൻറ്റ് നടക്കണമെന്നോ ഇല്ല, മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ തന്നെയാണ് എപ്പോഴും കണ്ടീജൻ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ റൂൾസ് റിഗാർഡിങ് പെർഫോമൻസ് ഓഫ് കണ്ടീജൻ്റ് കോൺട്രാക്റ്റ്, അതൊരു അൺഹാപ്പനിങ്, അതായത് ഒരു അൺസർട്ടൻ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്നൊരു ബേസിസിലായിരിക്കും നമ്മൾ നടത്തുക. അതെന്ത് ചെയ്യും, ചിലപ്പോൾ നടക്കാതിരിക്കാം. ഓക്കെ. ദെൻ കണ്ടീജൻ്റ് കോൺട്രാക്റ്റും വേഗർ കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കണ്ടീജൻ്റ് കോൺട്രാക്റ്റ് വാലിഡ് ആണ്, വേഗറിങ് കോൺട്രാക്റ്റ് വോയിഡ് ആണ്. പിന്നെ കോൺട്രാക്റ്റിൽ മേ നോട്ട് ബി മ്യൂച്വൽ കോൺട്രാക്റ്റ്, പക്ഷേ വേഗറിങ് എന്നൊരു മ്യൂച്വൽ പ്രോമിസസ് ഉണ്ടാകും. ദെൻ അൺസർട്ടൻ ഇവൻറ്റ് ഈസ് മിയർലി കൊളാട്രൽ, അൺസർട്ടൻ ഇവൻറ്റ്സ് ഈസ് ദി സോൾ ഡിറ്റർമൈനിങ് ഫാക്ടർ. ഇവിടെ അൺസർട്ടൻ ഇവൻ്റാണ് ഈ ഒരു വേഗറിങ്ങിൻ്റെ ഒരു ഡിറ്റർമൈനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ തന്നെയാണ് ശരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ, ഏതർ ദ പാർട്ടി ഓർ ബോത്ത് മേ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ. ചിലപ്പം രണ്ട് പാർട്ടീസും എന്തുണ്ടാകാം, താല്പര്യമുണ്ടാകാം. പക്ഷേ വേഗറിങ്ങിൽ ഇൻട്രസ്റ്റ് ഗെറ്റിംഗ് പേയിങ് ഓർ മണി, അത് പാർട്ടീസ് ഹാവ് നോ ഇൻട്രസ്റ്റ് എക്സെപ്റ്റ് ഗെറ്റിംഗ് ഓർ പേയിങ് മണി. നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് നോട്ട് എ വേഗറിങ് നേച്ചർ, കണ്ടീജൻ്റ് കോൺട്രാക്റ്റ് ഒരിക്കലും ഒരു വേഗറിങ് നേച്ചറിലല്ല. പക്ഷേ വേഗറിങ് എഗ്രിമെൻറ്റ് ഏതിൻ്റെ ബേസിലാണ്, കണ്ടീജൻ്റാണ്. കാരണം എന്താണ്, രണ്ടും മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ തന്നെയാണ്. അടുത്തത് ക്വാസി കോൺട്രാക്റ്റ്. ഇറ്റ് ഡിഫൈൻസ് ആസ് സർട്ടൈൻ റിലേഷൻഷിപ്പ് റിസംബ്ലിങ് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്റ്റ്. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിയമത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കരാറിൻ്റെ മറ്റൊരു പേരാണ് ശരിക്കും ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത് കരാറില്ലാത്ത രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിന് പരിഹാരമായിട്ടാണ് ഈ ഒരു ക്വാസി കോൺട്രാക്റ്റ് പ്രവർത്തിക്കുന്നത്. ഒരു അർദ്ധ കരാർ ഒരു നിയമപരമായിട്ടുള്ള ബാധ്യത തന്നെയാണ്. ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല. പക്ഷേ ഇവിടെ ഒരു കക്ഷിക്ക് മറ്റൊരു കക്ഷിക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു കക്ഷി മറ്റേയാളുടെ ചെലവിൽ എന്തെങ്കിലും നേടിയെടുക്കുന്ന ഒരു സാഹചര്യം ശരിയാക്കുന്നതിനുള്ള ഒരു മുൻകാല വിധിയാണ് ശരിക്കും ഈ പറയുന്ന ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ചരക്കുകളോ സേവനങ്ങളോ ഒരു കക്ഷി അഭ്യർത്ഥിച്ചില്ലെങ്കിലും അവ സ്വീകരിക്കുമ്പോൾ ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഏർപ്പെടുത്തേണ്ടി വരണം. അപ്പോൾ ഈ ഒരു സ്വീകരിക്കുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യും, ആ ഒരു കക്ഷിക്ക് എന്തെങ്കിലും തരത്തിലൊരു പേയ്മെൻറ്റ് കിട്ടുമെന്ന് എന്ത് ചെയ്യും, അവർ പ്രതീക്ഷിക്കും. അതാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഈ ഒരു ക്വാസി കോൺട്രാക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ക്ലെയിംസ് ഫോർ അൺനെസസറീസ് സപ്ലൈഡ്, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്,
ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വിതരണം ചെയ്ത് ക്ലെയിം ഫോർ നെസസറി സപ്ലൈസ്, വിതരണം ചെയ്ത ആവശ്യങ്ങൾക്കായുള്ള ക്ലെയിമുകൾ. രണ്ടാമത്തത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ദി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, താല്പര്യമുള്ള വ്യക്തി നൽകിയ പേയ്മെൻറ്റിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ്. പിന്നെ സൗജന്യമില്ലാത്ത പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യത്തിന് പണം നൽകാനുള്ള ബാധ്യത. പിന്നെ സാധനങ്ങൾ കണ്ടെത്തുന്നയാളുടെ ഉത്തരവാദിത്വം. ഇനി കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലെഡ്ജഡ് ആണ്. പക്ഷേ അതായത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് തന്നെയാണ്. പക്ഷേ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്തല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. എസെൻഷ്യൽ എന്ന് പറയുന്നത് എല്ലാ എസെൻഷ്യലും എലമെൻറ്റ്സ് ഇവിടെയുണ്ട്. ദെൻ ക്വാസി കോൺട്രാക്റ്റിൽ ലാക്ക് ഓഫ് എസെൻഷ്യൽ ഓഫ് എ കോൺട്രാക്റ്റ്. ഇപ്പം കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യലും ഇതിന് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇതൊരു എഗ്രിമെൻ്റ് ആണ്. പക്ഷേ ക്വാസിൻ്റെ ദെർ ഈസ് നോ എഗ്രിമെൻറ്റ്. ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ത്രൂ എഗ്രിമെൻറ്റ്. കരാറിലൂടെ കക്ഷികൾക്കിടയിലുള്ള ഒരു കരാർ ബാധ്യത സൃഷ്ടിക്കുന്നതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഒബ്ലിഗേഷൻസ് ആർ ക്രിയേറ്റഡ് ആൻഡ് ഇമ്പോസ്ഡ് ബൈ ലോ. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ബാധ്യതകൾ സൃഷ്ടിക്കുകയും നിയമം ഇമ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള തത്വങ്ങൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നീതിയുടെയും സമത്വത്തിൻ്റെയും തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ദെൻ ഇനി ഏതൊക്കെ കേസിലാണ് നമുക്ക് കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതായത് അതിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ആവുന്ന സമയത്തിൽ, പിന്നെ എഗ്രിമെൻറ്റ് ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ, ടൈം പീരീഡ് ഓവറാകുന്ന സമയത്ത്, പിന്നെ ഒരാളുടെ മരണമോ അല്ലെങ്കിൽ ഇൻസോൾവെൻറ്റോ ഒക്കെ ആവുന്ന സമയത്ത്, റൈറ്റ് മെർജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ദെൻ കോസസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററിലുണ്ടാകുന്ന ചേഞ്ചസുകൾ, പാർട്ടീസിൻ്റെ ഡെത്തോ ഇൻകപ്പാസിറ്റിയോ ഒക്കെ, ലോയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വാറ് ഡിക്ലറേഷൻ ചെയ്താൽ ഒക്കെ നമുക്ക് കോൺട്രാക്റ്റ് നമുക്ക് ക്യാൻസലായി മാറും. പിന്നെ നമുക്ക് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ആ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ, തേർഡ് പാർട്ടിക്ക് അതൊരു ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സ്ട്രൈക്കുകൾ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോൺട്രാക്റ്റ് ചിലപ്പോൾ നമ്മൾക്ക് ക്യാൻസൽ ചെയ്തെന്ന് വരാം. ദെൻ ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ആ പെർഫോമൻസിന് ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത്, കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത്. ദെൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ്. അതായത് കോൺട്രാക്റ്റ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻസലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻജുവേർഡ് പാർട്ടിക്ക് ഈ താഴെ പറയുന്ന റെമഡീസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അവർ വേണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിന് മേലുള്ള ഡാമേജസുകൾ അയാൾക്ക് ചെയ്യാം. അതായത് ഡാമേജസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റ് വോയിഡ് ആണെന്ന് ഫൗണ്ട് ചെയ്താൽ എന്ത് ചെയ്യാം, കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ്, കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ശരിയായ രീതിയിൽ നടത്തിയിട്ടില്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരം. ദെൻ സ്യൂട്ട് ഫോർ ഇൻജങ്ഷന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, കോടതിയിൽ കേസ് കൊടുക്കാനുള്ള അധികാരങ്ങൾ ഈ പറയുന്ന കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്താൽ ആ ഇൻജേർഡ് പാർട്ടി ആരാണോ അയാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്.